വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഏതായാലും ഈ ലോക്ക്ഡൗണിൻ്റെ സീസണിൽ നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ കല്ലുമുട്ടി എന്ന് പറയും. ഞങ്ങൾ കുട്ടനാട്ട് ഏരിയയിൽ ഇതിനെ കല്ലുമുട്ടി എന്ന് പറയുന്നത്. മറ്റുള്ളിടത്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് അച്ഛനാണ് കട്ട് ചെയ്ത് തരുന്നത്. അച്ഛൻ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി നമുക്ക് തരും. എന്നിട്ട് നമുക്കതിലേക്ക് മസാലയൊക്കെ പുരട്ടാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാല അപ്ലൈ ചെയ്യാം. നമുക്ക് മസാല എന്ന് വെച്ച് പറയുമ്പം ചെറിയതുപോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല ഇതോട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് അത് പിടിക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്കതിന് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഒരു വാഴയില നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ മസാല പുരട്ടിയിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. നമുക്കിനി ഫിഷിലോട്ട് മസാല അപ്ലൈ ചെയ്യാം. മസാല നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് നല്ല വൃത്തിക്ക് മടക്കി നമ്മൾ ഈ വാഴനാര് കൊണ്ട് തന്നെ നമ്മൾ കെട്ടിയിട്ട് വേണം നമുക്ക് ചട്ടിയിലിട്ട് പൊള്ളിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള ചട്ടി തയ്യാറായിട്ടുണ്ട്. ചട്ടിയിലെ എണ്ണ നന്നായിട്ട് പുരട്ടണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ആ ചട്ടിയിലിട്ട് പൊള്ളിക്കാൻ. നമ്മുടെ വാഴയിൽ പൊള്ളിച്ച കല്ലുമുട്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ വാഴയില ഇങ്ങനെ തുറക്കാൻ നേരത്ത് ഈ വാഴയിലയുടെ മണവും ഈ മസാലയുടെ മണവും എല്ലാം കൂടി പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.